ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന വോളിബോൾ മാച്ചാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഇത് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് ഇവിടെ മാച്ച് നടക്കുന്നത്. മെയിനായിട്ട് 4 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ജേഴ്സി എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോ ഗ്രൂപ്പിന് കിട്ടിയിട്ടുള്ള ജേഴ്സിയാണിത്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കളറിലുള്ള ജേഴ്സി ഉള്ളത്. ഇന്ന് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള മാച്ചാണ് നടക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്കൊരു ടെൻഷൻ ഫ്രീ ലൈഫാണ്. കാരണം ഇവർക്കിവിടെ എല്ലാം ഫ്രീ കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് വേറെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന സമയമെല്ലാം ഇവരിങ്ങനെ കളിക്കാനും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ഒത്തിരി ടൈമെല്ലാം അവർ കണ്ടെത്താറുണ്ട്. നല്ലൊരു ഹാപ്പി ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ. ഇവർക്ക് നമ്മളെയൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇവർക്ക് ഒരു താമസിക്കാനുള്ള സൗകര്യമോ അങ്ങനെയുള്ള കാര്യത്തിന് ഒരു ടെൻഷനോ, ഒരു മെഡിക്കൽ, ഒരു സ്കൂൾ പരമായ അങ്ങനെ ഒരു കാര്യങ്ങൾക്കും ഇവർക്ക് ടെൻഷനില്ല. ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഫുഡിന് മാത്രമാണ് ഇങ്ങനെ പൈസ കണ്ടെത്തേണ്ടതായിട്ടുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നല്ലൊരു ടെൻഷൻ ഫ്രീ ലൈഫാണ്. പിന്നെ ഐലൻഡുകൾ എന്ന് പറയുമ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലൈഫാണ് ഇവിടെ. നമ്മൾ വിചാരിക്കും കടലിൻ്റെ നടുക്കല്ലേ, അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. നമുക്കിവിടെ താമസിക്കുമ്പോൾ മനസ്സിലാകും. ഇന്ന് കളി കാണാൻ വേണ്ടി വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ മേളിലിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ വളർത്തുന്ന ഒരു കിളിയാണ്. ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് മനുഷ്യന്മാരായിട്ട്. നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കിളിയാണത്. രണ്ട് ടീമുകൾ തമ്മിലുള്ള കളി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആ യെല്ലോ ജേഴ്സി ഇട്ട ആളുകളാണ് വിന്നായിരിക്കുന്നത്. ഇനിയുള്ള അടുത്ത ടീമുകൾ തമ്മിലുള്ള കളി അടുത്ത ദിവസത്തേക്കാണ്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോവുകയാണ്. ഇതിനകത്തെന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റംസിലും ഇവർ ഫിഷ് ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. 1-2 ഐറ്റംസിനകത്ത് മാത്രമാണ് ഫിഷ് ഇല്ലാത്തത്. ഇവർ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതാണ്. നമുക്ക് ചില ഐറ്റംസിനകത്ത് മാത്രം ഫിഷ് അവർ ആഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇന്നത്തെ കളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് നാളത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.